മറുപടി വേണം. നന്ദു, നമുക്ക് വൈഡപ്പ് ചെയ്യാനായി മറുപടി. ഇതിനകത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള രാഹുൽ ഗാന്ധി ഒരു 100 വട്ടം ഇത് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നടന്നാലും വീണ്ടും ഈ ആരോപണം കൊണ്ടുവരുന്നവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. അവരുടെ പങ്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനാണ് ഹിന്ദു മഹാസഭയുടെ നേതാവ് എന്ന് കേരളത്തിലെയും രാജ്യത്തെയും എല്ലാവർക്കും അറിയാം, അക്ഷരം വായിക്കുന്നവർക്കെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ആർക്കാണ് ഉള്ളത് എന്നും അവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പാരമ്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു കാലത്തും, ഞാൻ ഒരു കാര്യം വളരെ കോൺഫിഡൻ്റ് ആയി പറയാം, നിങ്ങൾക്കൊരു കാലത്തും RSSകാർ ഗാന്ധിയെ കൊന്നു എന്ന് നിങ്ങൾക്ക് ഒരിടത്തും പറയാൻ സാധിക്കില്ല. കാരണം അത് സത്യമല്ല എന്ന് ഇതിനോടകം രാജ്യം തെളിയിച്ചു കഴിഞ്ഞു, രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവരുടെ അസഹിഷ്ണുത എവിടെയാണ്? ഈ പറയുന്ന ദേശഭക്തി ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അസ്വസ്ഥതയുള്ളത്. അവർ പറയുന്നത് ഇത് പാടേണ്ട സ്ഥലം ഇതായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, 2015 KM മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ KM മാണിയെ തടഞ്ഞുകൊണ്ട് LDFിൻ്റെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അടക്കമുള്ളവർ ആ പറയുന്ന നിയമസഭയ്ക്കകത്ത് കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങൾ നമുക്കെല്ലാം അറിയാം. അതിനപ്പുറത്ത് അന്ന് അവരവിടെ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അന്ന് ഈ പറയുന്ന ബലികുടീരങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് പാടിയവരാണ്. ഇന്ന് ഈ പറയുന്ന കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനത്തിൽ നിന്ന് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നത് എന്ത് ഉളുപ്പാണ് ഹേ നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആ കുട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ. ഇനി അത്തരം കുട്ടികളെ നിശബ്ദമാക്കാനുള്ള പരിശ്രമം, ഇതിപ്പോൾ നമ്മളിത് ചെറുതായിട്ടല്ല കാണേണ്ടത്. ഒരു തലത്തിൽ ഒരു വികസനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ആംഗിളും, അതിനോടൊപ്പം ആ വികസനത്തിനോടൊപ്പം തന്നെ രാജ്യത്ത് ഈ കള്ളു കുടിച്ച കാര്യങ്ങൾ മാത്രം പാടുകയും ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയും സംസ്കാരങ്ങൾക്കെതിരെയും പാടുന്ന വേടൻ്റെ പാട്ടുകൾ ഈ നാട്ടിൽ വലിയ കാര്യങ്ങളായിട്ട് താളത്തിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഇത്തരത്തിൽ ഭാരതാംബയ്ക്ക് സ്തുതി പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ഭാരതാംബയുടെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ, ഭാരതത്തിൻ്റെ നല്ല കാര്യത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, അത്തരം പാട്ടുകൾ പാടിയ ചെറിയ വിദ്യാർത്ഥികളെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക്, അതാണ് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്ക് വേണ്ടി, അവരുടെ വോട്ടുകൾക്ക് വേണ്ടി, ആ കുഞ്ഞു കുട്ടികളുടെ മനസ്സുകൾ നോവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആര് തയ്യാറായാലും ഒരു കാര്യം വളരെ കൃത്യമായി പറയാം, ഈ രാജ്യത്തെ ദേശസ്നേഹികൾ ഹൃദയം കൊടുത്ത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭീഷണി DYFIയുടെ VK സനോജിൻ്റെയും ഇത്തരത്തിൽ LDFിൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും ഭീഷണികൾക്ക് മുന്നിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് പണയം വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവരെ എന്തു വില കൊടുത്തും, അത് ശാരീരികമായിട്ടാണെങ്കിൽ, കായികമായിട്ടാണെങ്കിൽ, മനസ്സുകൊണ്ടാണെങ്കിൽ, ആ കുട്ടികളെ സംരക്ഷിച്ചു പിടിക്കാൻ കേരളത്തിലെ 100 കണക്കിന്, രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഈ നാട്ടിലെ ദേശസ്നേഹികൾ ഉണ്ടാകുമെന്ന് CPM ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭീകരവാദികളുടെ മുട്ടിലിഴയുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്താനുള്ള പുതിയൊരു ജനാധിപത്യത്തിൻ്റെ സൂര്യോദയം കേരളത്തിനകത്തുണ്ടാവും. അന്ന് നിങ്ങൾ ഉറപ്പിച്ചോ, വന്ദേ ഭാരതിനകത്ത് പാടിയ ഈ പാട്ടുകൾ, ഈ ഗണഗീതങ്ങൾ നിങ്ങളുടെ നിയമസഭയ്ക്കകത്ത് ഇതിലും ഉച്ചത്തിൽ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. രാജ്യത്തിനകത്ത് ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത് എവിടെ പാടണമെന്ന് ഈ നാട്ടിലെ ദേശഭക്തരായിട്ടുള്ള ജനങ്ങൾ തീരുമാനിക്കും. അത് എവിടെയും പാടും. അത് CPMന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തിട്ടൂരത്തിന് പാടാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ്റെയും CPMകാരൻ്റെയും തിട്ടൂരത്തിനപ്പുറത്ത് അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അങ്ങ് കച്ച് മുതൽ കാമരൂപ് വരെ, ഈ ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിനകത്ത് എവിടെയും ഈ ദേശഭക്തർ ഇത്തരം ദേശഭക്തി ഗാനങ്ങളും ഭാരത് മാതാ കി ജയും വിളിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. വികസനത്തെ തടയാൻ, വികസനത്തിന്റെ ചർച്ച വരാതിരിക്കാൻ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയം, ഇത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയം, ഇത്തരത്തിൽ തരംതാണ രാഷ്ട്രീയം, അത് വികസനം ചർച്ച ചെയ്യപ്പെടരുത് എന്ന നിങ്ങളുടെ ആവശ്യത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾ കളിക്കുന്നത്. ഈ വില കുറഞ്ഞ രാഷ്ട്രീയം അത് കേരളത്തിൽ CPMനും കേരളത്തിലെ കോൺഗ്രസിന്റെയും അന്തകനായി മാറും എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ദേശഭക്തർ ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ് നന്ദു.